കോട്ടയം ജില്ലയിലെ ആനക്കൽ എന്ന സിറ്റിയിലാണ് ഞാനിപ്പോൾ. ആനക്കല്ലിൻ്റെ കാഴ്ചകൾ കണ്ടുവരുമ്പോൾ ഇതാ ഇവിടെയായി മനോഹരമായ ഒരു മുസ്ലിം പള്ളിയും ഞാൻ കണ്ടു. ആനക്കല്ലിലെ ജുമാ മസ്ജിദാണിത്. റോഡിൽ നിന്നുകൊണ്ട് ഞാൻ മുസ്ലിം പള്ളിയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തി. പള്ളിയുടെ ദൃശ്യങ്ങൾ ഞാൻ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ ഒരു വശത്തു നിന്നും ഒരാൾ ഫോൺ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. ഞാൻ അദ്ദേഹത്തെ അടുത്ത് ചെന്ന് പരിചയപ്പെട്ടപ്പോൾ പള്ളിയിലെ കമ്മിറ്റി പ്രസിഡൻ്റാണ് അദ്ദേഹം. അങ്ങനെ പ്രസിഡന്റിനെ ഉൾപ്പെടുത്തി ഒരിക്കൽ കൂടി ഞാൻ പള്ളിയുടെ ദൃശ്യം ക്യാമറയിൽ പകർത്തി. ആനക്കല്ലിലെ പ്രധാന ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിലാണ് ഞാൻ വന്നു നിൽക്കുന്നത്. ഈ കാണുന്നതാണ് സെൻറ് ആനീസ് സീറോ മലബാർ ചർച്ച്. ആനക്കല്ലിലെ കത്തോലിക്ക ദേവാലയമാണിത്. നിന്ന് നോക്കുമ്പോൾ ദേവാലയവും കവാടവും കാണാൻ കഴിയും. പള്ളിയുടെ കവാടം കടന്ന് ഞാൻ അകത്തെ കാഴ്ചകൾ ചിത്രീകരിക്കാൻ ഒരുങ്ങി. വിശാലമായ ഒരു മുറ്റവും മുറ്റത്തിൻ്റെ നടുവിലായി ഒരു കുരിശുകൂടാരവും കാണാം. പള്ളിക്ക് മുമ്പിൽ വലിയൊരു കൊടിമരവും കാണാം. മനോഹരമായ ദേവാലയത്തിൻ്റെ മുൻവശം ഞാൻ ഒരിക്കൽ കൂടി ക്യാമറയിൽ പകർത്തി പള്ളിയിൽ നിന്നും മടങ്ങി. ആനക്കല്ലിലെ പ്രധാന സ്കൂളാണ് ഈ കാണുന്നത്. സെൻറ് ആനീസ് പബ്ലിക് സ്കൂള്. പള്ളിയുടെ സമീപത്തായിട്ടാണ് സ്കൂളും സ്ഥിതി ചെയ്യുന്നത്. സ്കൂളിൻ്റെ കവാടമാണ് ഈ കാണുന്നത്. സ്കൂൾ കവാടവും കടന്ന് അകത്തു നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. മനോഹരമായ ഒരു സ്കൂളും പ്രവേശന കവാട റോഡുകളുമാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഈ കാണുന്ന വലിയ കെട്ടിടത്തിലാണ് സ്കൂള് പ്രവർത്തിക്കുന്നത്. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയാണ് ഇവിടുത്തെ ക്ലാസുകൾ. സെൻറ് ആനീസ് ചർച്ചിൻ്റെ കീഴിലുള്ള മാനേജ്മെൻറ്റ് സ്കൂളാണിത്. LKG UKG തൊട്ട് +2 വരെയാണ് ഇവിടെ ക്ലാസുകൾ നടക്കുന്നത്. ആനക്കല്ലിലെ ഗവൺമെൻറ് LP സ്കൂളാണ് ഈ കാണുന്നത്. മനോഹരമായ ഒരു കവാടവും സുരക്ഷിതമായ ഒരു ചുറ്റുമതിലും ഈ സ്കൂളിനുണ്ട്. സ്കൂൾ മതിലിൻ്റെ മുകളിൽ പല നിറത്തിലുള്ള പെൻസിൽ കുത്തി നിർത്തി വച്ചിരിക്കുന്നതായി കാണാൻ കഴിയും. LKG മുതൽ 4ാം ക്ലാസ് വരെയാണ് ഇവിടെ ക്ലാസ്സുകളുള്ളത്.